അങ്ങോട്ട് നോക്കി ചിന്നു 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 അല്ലല്ലോ. ഓ ഗോഡ് യു അഗൈൻ വീണ്ടും നിങ്ങളോ? കുര്യച്ച ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. സ്ത്രീകളുണ്ടാക്കണേ അല്ലേ? ഞാൻ പറഞ്ഞു നെയ്യുള്ള സൈസ് ആയിരിക്കും. പല തവണയായി താൻ ഇത് ആവർത്തിക്കുന്നു, ഞാനത് ശ്രദ്ധിക്കുന്നു. അവന്റെ കയ്യും കാലും ചെവിയും മൂക്കും പോലൊക്കെ ഒരു അവയവമാണ്, ശരീരത്തിലുള്ള ഒരു അവയവം പോലെയാണ് അശ്ലീലം. ഉള്ള സൈസാണെന്ന് മനസ്സിലായി. ഇന്ന് ഇത് കേട്ട നമ്മളെ ഒരുമാതിരി ആക്കി പറയണതാണ് എന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത നിഷ്കളങ്കരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരുടെ അടുത്ത് അവനിത് പറയാൻ പറ്റണോണ്ടല്ല. ഇതെല്ലാം കൂടെ നടന്ന് വീഡിയോ പിടിച്ചു വിടുന്നുണ്ട്. അവന്റെ കൂടെ നടക്കുന്ന വയലുകളെ കുറിച്ച് ഇനി പറയാവോ? അയ്യോ, അപ്പൊ ഓരോന്നൊക്കെ പറയണത് കേൾക്കണം രണ്ടർത്ഥത്തിൽ. അത് തൂഫാൻ തൂക്കി അങ്കിൾസീൻ തൂക്കി പാണ്ടിക്കരിമ്പാറ പോലെയാണ് മോനെ. നാട്ടിൽ ഇറങ്ങി കാണുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കണത്. കോടതിയൊക്കെ പറഞ്ഞിട്ട് കോടതിയുടെ വാക്കിന് ഇവ എന്തൊരു വിലയാണ് കൊടുക്കണത്. ഇത് ഈ കേസ് ഇനിയും മുറിയാ താനകത്ത് പോകും. രക്ഷിക്കാൻ എനിക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല. ഒരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. മീൻ വറക്കണം മണം അടിച്ചപ്പോഴേ അവന് മനസ്സിലായി നെയ്മത്തിയാണെന്ന്. അവൻ കടലിന്റെ കരയെ കിടന്ന് വളർന്ന ആളാണല്ലോ. നെയ്യുള്ളതിന്റെ നെയ്യില്ലാത്തതിന്റെ ഒക്കെ മണം വേർതിരിച്ചറിയാൻ. സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. സൈസാണ്. പെണ്ണിനെ കണ്ടപ്പോ ചിന്നു ആണെന്ന് തോന്നണില്ലല്ലോ. പെണ്ണിന്റെ നെഞ്ചിലോട്ട് നോക്കിയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസും ഫിറ്റ് ചെയ്ത് ഇറങ്ങിക്കോളും. ആണുങ്ങളായാലേ അല്പം സ്വല്പം നാണോ മാനൊക്കെ വേണം. ചന്ദ്രനാണ്. കോടതി മര്യാദയ്ക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ അയച്ചത്. ഇത്തിരി പ്രായമാകും തോറും ഒരു ഇത്തിരി ഒതുങ്ങണം. ഒരു ഇത്തിരി ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ.